നമസ്കാരം. റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമിന് ഭൗതിക ശാസ്ത്രത്തിലെ ശബ്ദം എന്ന ഭാഗത്തു നിന്നും ചോദിച്ചേക്കാവുന്ന ചില ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശബ്ദം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്വസ്റ്റിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്വസ്റ്റിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. മനുഷ്യരിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന തൊണ്ടയിലെ ഭാഗമാണ് ലാറിങ്സ്. ലാറിങ്സ് എന്നാണ് മനുഷ്യരിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന തൊണ്ടയിലെ ഭാഗം അറിയപ്പെടുന്നത്. ഭൗതിക വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശബ്ദമുണ്ടാകുന്നത് ഭൗതിക വസ്തുക്കളുടെ കമ്പനം മൂലമാണ്. സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ പ്രവേഗം എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ പ്രവേഗം എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. മനുഷ്യന്റെ ശ്രവണ പരിധിയിലും ഉയർന്ന ശബ്ദം അൾട്രാസോണിക് എന്നാണ് അറിയപ്പെടുന്നത്. അൾട്രാസോണിക് എന്നാൽ മനുഷ്യന്റെ ശ്രവണ പരിധിയിലും ഉയർന്ന ശബ്ദമാണ് അൾട്രാസോണിക്. എന്നാൽ മനുഷ്യന്റെ ശ്രവണ പരിധിയിലും താഴ്ന്ന ശബ്ദം ഇൻഫ്രാസോണിക് എന്നും അറിയപ്പെടുന്നു. ഇൻഫ്രാസോണിക് എന്നാൽ മനുഷ്യന്റെ ശ്രവണപരിധിയിലും താഴ്ന്ന ശബ്ദം. ശബ്ദത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന വസ്തുവിനെ സൂപ്പർസോണിക് എന്നാണ് പറയുന്നത്. ശബ്ദത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ വേഗത സൂപ്പർസോണിക് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ശബ്ദപ്രവേഗത്തേക്കാൾ കുറഞ്ഞ വേഗതയുള്ളത് സബ്സോണിക് എന്നും അറിയപ്പെടുന്നു. ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കുറഞ്ഞ വേഗതയുള്ളതിനെ സബ്സോണിക് എന്നും പറയുന്നു. സൂപ്പർസോണിക് വിമാനങ്ങളുടെ വേഗത പറയുന്നത് മാക് നമ്പറിലാണ്. മാക് നമ്പർ നമ്മൾ കേട്ടിട്ടുണ്ടാവും. മാക് നമ്പറിലാണ് സൂപ്പർസോണിക് വിമാനങ്ങളുടെ വേഗത പറയുന്നത്. ഒരു മാക് നമ്പർ എന്നാൽ 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു മാക് നമ്പർ എന്നാൽ 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ പ്രവേഗവും 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിലാണ്. ഖരവസ്തുക്കളിലാണ് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ആവൃത്തിയുടെ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് ഹെർട്സ് ആണ്. ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ് ആണ്. പ്രകാശരശ്മികൾ ഉപയോഗിച്ച് ശബ്ദം സംപ്രേഷണം ചെയ്യുന്ന ഉപകരണമാണ് ഫോട്ടോഫോൺ. ഫോട്ടോഫോൺ എന്നാൽ പ്രകാശരശ്മികൾ ഉപയോഗിച്ച് ശബ്ദം സംപ്രേഷണം ചെയ്യുന്ന ഉപകരണമാണ്. സമുദ്രത്തിന്റെ ആഴം അളക്കാനും മത്സ്യക്കൂട്ടത്തെ കണ്ടെത്തുവാനും ഉപയോഗിക്കുന്ന ഉപകരണം സോണാർ ആണ്. സോണാർ. ഇതും ചോദിച്ച ചോദ്യമാണ്. സമുദ്രത്തിന്റെ ആഴമളക്കാനും മത്സ്യക്കൂട്ടങ്ങളെ കണ്ടെത്താനും ഉപയോഗിക്കുന്നത് സോണാർ ആണ്. ശബ്ദത്തെ വൈദ്യുത സ്പന്ദങ്ങളാക്കുന്നത് മൈക്രോഫോൺ ആണ്. മൈക്രോഫോൺ. മൈക്ക് എന്ന് പറഞ്ഞ മൈക്രോഫോൺ ആണ് ശബ്ദത്തെ വൈദ്യുത സ്പന്ദങ്ങളാക്കി മാറ്റുന്നത്. എന്നാൽ വൈദ്യുത സ്പന്ദങ്ങളെ ശബ്ദതരംഗങ്ങളാക്കുന്നത് ലൗഡ് സ്പീക്കർ ആണ്. നേരെ തിരിച്ച്, വൈദ്യുത സ്പന്ദങ്ങളെ ശബ്ദതരംഗങ്ങളാക്കുന്നത് ലൗഡ് സ്പീക്കർ ആണ്. ശബ്ദത്തെ വൈദ്യുത സ്പന്ദങ്ങളാക്കുന്നത് മൈക്രോഫോണും വൈദ്യുത സ്പന്ദങ്ങളെ ശബ്ദതരംഗങ്ങളാക്കുന്നത് ലൗഡ് സ്പീക്കറുമാണ്. ശബ്ദം അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ ആണ്. ഡെസിബൽ. ശബ്ദം അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ ആണ്. ശ്രവണ സ്ഥിരത എന്നറിയപ്പെടുന്നത് 1/10 സെക്കൻഡ് ആണ്. ശ്രവണ സ്ഥിരത എന്നറിയപ്പെടുന്നത് 1/10 സെക്കൻഡ് ആണ്. Subscribe for more videos.
To get instant notification for new videos, click on the bell icon.